പറ്റിക്കുമ്പോൾ കൂടെ നിൽക്കാൻ 1000 മൃഗങ്ങൾ വരും. ഭരണമില്ലാത്തപ്പോഴൊരു പൂച്ച പോലും മൈൻഡു ചെയ്യുന്നില്ലല്ലോ, മൈൻഡു ചെയ്യുന്നില്ലല്ലോ. ആശാനെ നമസ്കാരം. ഇനിയിപ്പൊ ഞാൻ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞ് തനിക്ക് വിഷമം വേണ്ട. താനെന്നോ? എന്നെയാണോ താനെന്ന് വിളിച്ചത്? എന്തേ, തനിക്കെന്താ കൊമ്പുണ്ടോ? ഇവനെയൊന്നും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യാം, ദേഷ്യം വരുന്നത് പോലെ അഭിനയിക്കാം. ഇനി ഒരിക്കൽ കൂടെ താനെന്ന് വിളിച്ചാൽ അടിച്ചു നിന്റെ പല്ല് ഞാൻ പൊഴിക്കും. ആണോ? താൻ 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 എന്തേ പല്ലെടുക്കുന്നില്ലേ? അത് എൻ്റെ കൈക്കൊരു ചെറിയ ചൊറിക്കലുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തേക്ക് തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പോയി തരത്തിൽ കളിക്കടേ. ഏതായാലും നീ ഇത്ര വിഷമിച്ച് ദേഷ്യമൊക്കെ അഭിനയിച്ചതല്ലേ, അതിന് ഞാനൊരു കൊച്ചു സമ്മാനം തരാം. സമ്മാനമോ? എന്നാ താ. ഹായ്, നല്ല മനോഹരമായ സ്ഥലം. കുറച്ചു നാൾ ഇവിടെ വസിക്കാം. ഇതെന്ത് ജീവി? അയ്യോ രാജാവേ, എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാ. എന്നെ കണ്ടാണോ പേടിച്ചത്? ആർക്കറിയാം, ഏതോ വരുത്തനാണെന്ന് തോന്നുന്നു. അല്ല, ഇത് വല്ല സ്വപ്നവും ആണോ? ആർക്കറിയാം. നീ ഏതാ? ഞാൻ മർക്കുലസാ. അല്ല, നിന്നെ കണ്ടിട്ടൊരു മസിലന്റെ ലുക്കുണ്ടല്ലോ. എന്തിനാ എന്നെ പേടിക്കുന്നത്? അങ്ങ് കാട്ടുരാജാവല്ലേ? എന്ത് കാട്ടുരാജാവ്? ഞാനൊരു പാവം സിംഹമാണ്. പഴയ പോലെ കാട്ടിലെ മൃഗങ്ങൾക്ക് എന്നെ ഒരു പേടിയും ബഹുമാനവും ഒന്നുമില്ല. എന്ന് മാത്രമല്ല, ഒരു വിലയുമില്ല. ഞങ്ങളുടെ പഴയ പ്രതാപം തിരികെ കൊണ്ടുവരാൻ വലിയ ആഗ്രഹമുണ്ട്. നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? അതെ, അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പോലും നാണക്കേടാണ്. ആരൊക്കെയാണ് സിംഹച്ചാരെ പ്രധാനമായും ഉപദ്രവിക്കുന്നതെന്ന് പറ, ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി. മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ചേട്ടന്റെ പേടിയാണ് ആദ്യം മാറ്റേണ്ടത്. ശക്തനല്ലെന്ന് സ്വയം വിശ്വസിച്ചാൽ നമുക്കൊരിക്കലും ശരിയായ ഭൗതിക ശക്തി ഉപയോഗപ്പെടുത്താനാവില്ല. മറ്റു സഹജീവികളെ ഉപദ്രവിക്കാതെ തന്നെ അവരുടെ സ്നേഹവും ബഹുമാനവും പിടിച്ചു പറ്റുന്നതിലാണ് കഴിവ്. അല്ല, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ചേട്ടൻ ശക്തനാണെന്ന് സ്വയം വിശ്വസിക്കുക. ചേട്ടനെ കളിയാക്കുന്നവരെ ഉപദ്രവിക്കാതെ പേടിപ്പിക്കുക. ക്രമേണ ചേട്ടന്റെ പ്രതാപം തിരികെ കൊണ്ടുവരാം. കുറച്ചു മുമ്പ് ഞാനൊന്ന് പേടിപ്പിക്കുന്നത് പോലെ അഭിനയിച്ചിരുന്നു ഒരു പൂച്ചയുടെ മുമ്പിൽ. പക്ഷെ പൂച്ച പേടിച്ചില്ല എന്ന് മാത്രമല്ല, എന്നെ ഇടിക്കുകയും കൂടെ ചെയ്തു. അതാണ്, അത് ചേട്ടൻ അഭിനയിച്ചതാണ്. അഭിനയിക്കാതെ തന്നെ സ്വയം ശക്തനാണെന്ന് വിശ്വസിച്ച് പ്രതികരിക്കുക. നീയും എൻ്റെ പിന്നിലുണ്ടാവണം. പിന്നിൽ നിൽക്കാനല്ല, കൂടെ നിന്ന് പൊരുതാനാണ് എനിക്കിഷ്ടം. എന്നെ പ്രധാനമായും കളിയാക്കുന്നത് ചുടായിപ്പൻ കുറുക്കനും അവൻ്റെ കൂട്ടുകാരായ പൂച്ചയും അണ്ണാനുമാണ്. ഓഹോ, ചുടായിപ്പനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്.